എല്ലാവർക്കും നമസ്തേ. ഇന്ന് വിജയദശമി. എല്ലാവർക്കും വന്ദനം ന്യൂസിൻ്റെയും എൻ്റെയും വിജയദശമി ആശംസകൾ. നവരാത്രി ആഘോഷങ്ങളുടെ 10-ാം ദിവസമാണ് ദസറ എന്നും അറിയപ്പെടുന്ന വിജയദശമി ആഘോഷിക്കുന്നത്. ദശരാത്രികളിൽ, അതായത് 10 രാത്രികളിൽ ആഘോഷിക്കുന്നതിനാലാണ് ഈ ആഘോഷം ദസറ എന്ന് വിളിക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കഥകളാണ് വിജയദശമിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അസുര രാജാക്കന്മാരായ മഹിഷാസുരനെ ദുർഗാദേവിയും രാവണനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനും വധിച്ച് തിന്മയെ നശിപ്പിച്ച് നന്മയെ സംരക്ഷിച്ചതിൻ്റെ ആഘോഷമാണ് വിജയദശമി. രാജ്യത്ത് ചിലയിടങ്ങളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾ സമ്പൂർണമാകുന്ന ദിനമാണെങ്കിൽ ചിലയിടങ്ങളിൽ രാമായണ കഥയെ ആധാരമാക്കിയുള്ള രാമലീല എന്ന പരിപാടിയുടെ സമാപനവും ഭഗവാൻ ശ്രീരാമൻ്റെ ജീവിതവും രാവണനുമേൽ നേടിയ വിജയവും നാടകത്തിലൂടെ രാമലീലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. 1 മാസം നീണ്ടു നിൽക്കുന്ന രാമലീല വിജയദശമി ദിനത്തിൽ രാവണൻ്റെയും കുംഭകർണൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും പടക്കങ്ങൾ നിറച്ച ഭീമാകാരങ്ങളായ കോലങ്ങൾ ഭഗവാൻ ശ്രീരാമൻ്റെ കഥാപാത്രം അമ്പെയ്ത് കത്തിക്കുന്നതോടെയാണ് സമാപിക്കുന്നത്. അനുഷ്ഠാനങ്ങളിലും ആഘോഷ രീതികളിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ആഘോഷമാണിത്. കേരളത്തിലിത് വിദ്യാരംഭത്തിനും പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യകൾക്ക് പൂർണ്ണത നൽകുന്നതിനും പ്രാധാന്യം നൽകുന്ന ഒരു ദിനമാണ് വിജയദശമി ദിനം. വിജയത്തിൻ്റെയും അറിവിൻ്റെയും ആഘോഷദിനം. കുരുന്നുകൾക്ക് അറിവ് നൽകുന്ന വിദ്യാരംഭം ചടങ്ങ് യോദ്ധാക്കൾ തങ്ങളുടെ ആയുധങ്ങളും വിദ്യാർത്ഥികളും എഴുത്തുകാരും തങ്ങളുടെ പുസ്തകങ്ങളും സംഗീതജ്ഞർ സംഗീതോപകരണങ്ങളും പൂജിച്ച ശേഷം പ്രാർത്ഥനയോടെ തിരിച്ചെടുക്കുന്ന പുണ്യദിനം. കഥകൾ ഏതായാലും എന്തൊക്കെയാണെങ്കിലും ഈ ദിനം നമുക്ക് നൽകുന്നത് ഒരേയൊരു സന്ദേശമാണ്: തിന്മയുടെ മേൽ നന്മയ്ക്കാണ് ആത്യന്തിക ജയം എന്നതാണത്. അതിനാൽ നമ്മിലടങ്ങിയിരിക്കുന്ന രജോ ഗുണങ്ങളെ ഉപയോഗിച്ച് നമ്മിലെ തന്നെ തമോ ഗുണങ്ങളെ നശിപ്പിച്ച് സത്വഗുണങ്ങളെ നാം സംരക്ഷിച്ച് നിർത്തുക എന്ന മഹത്തായ സന്ദേശമാണത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും വന്ദനം ന്യൂസിൻ്റെയും വിജയദശമി ആശംസകൾ. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.